ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഊട്ടി യാത്രയുടെ അവസാന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഒരു ടീ എസ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. അതിനുശേഷം നമുക്ക് ദൊഡ്ഡബെട്ട പീക്കിലേക്ക് പോകണം. സോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇതാണ് നമ്മൾ ആദ്യം പോയ ടീ എസ്റ്റേറ്റ്. ഇവിടെ നമുക്ക് 1 മിനിറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ടീ പ്ലാന്റേഷനകത്താണ് നിൽക്കുന്നത്. കാണിക്കുക എല്ലാം കാണിക്കുക. അതെ, കാണാൻ പറ്റും. ഭാഗമുണ്ടോ? നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മളൊരു ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് പോകാൻ പോവാണ്. 1 മിനിറ്റ് ഫോട്ടോ എടുത്തു തരും, ഒരു കൊട്ടയൊക്കെ വെച്ചിട്ട്. ഇവിടെ ഞങ്ങൾ 1 മിനിറ്റ് ഫോട്ടോയുടെ കോസ്റ്റ്യൂംസ് ഇടുകയാണ്. ആ പുള്ളിക്കാരൻ നമുക്കിതുപോലെ കോസ്റ്റ്യൂം ഇട്ട് തരും, അതുപോലെ ഒരു കൊട്ടയൊക്കെ തരും. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് തരും. ഈ പണ്ടത്തെ ക്യാമറകളാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കോപ്പിയൊന്നും കിട്ടില്ല ഫോട്ടോയുടെ. പക്ഷെ നമുക്ക് ഫോണിൽ അവർ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ വേറെ ഫോട്ടോ എടുത്തിട്ട് ഫോണിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കോട്ടയൊക്കെ എടുത്ത് ഞങ്ങളിനി ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അയ്യോ, അത് തിരിച്ചല്ലായിരുന്നു വരണ്ടേ? ഒരു ഫോട്ടോയ്ക്ക് 200 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പം തന്നെ എടുത്ത് അപ്പം തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ അവർ പ്രിന്റ് എടുത്ത് തരും. അതൊന്നും വേണ്ട. ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ ഊട്ടി ഗെയിലും യഥാർത്ഥത്തിൽ ഊട്ടി പോയി. നമ്മൾ തേയില പറിക്കാനായിട്ട് വന്നതാണ്. എവിടെ? ടിൻസി കൊട്ട. അതെ, ഞങ്ങളുടെ കൊട്ടയൊക്കെ കണ്ടോ? അതെ, ടിൻസി വന്നപ്പം തൊട്ട് പറയുന്നുണ്ട് കുറച്ച് തേയില പറിച്ച് വീട്ടിൽ കൊണ്ടുപോകണം, വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് തേയിലയാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു കൊട്ടയായിട്ട് ഇറങ്ങിയേക്കാണ്. അടിപൊളി പൊളി. ബൈ ബൈ. എൻ്റെ കൊട്ടയ്ക്കകത്ത് കുറച്ച് പറക്കിട്ടോ ഇട്ടല്ലേ? ഓക്കെ. ഞങ്ങളവിടെ നിന്നെടുത്ത ഫോട്ടോസൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാമേ. ഞങ്ങളവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഒരു കപ്പിൾ ഞങ്ങളോട് ഫോട്ടോ എടുത്ത് തരട്ടേന്ന് ചോദിച്ചു. അങ്ങനെ അവർ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തന്നു. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ഫോട്ടോ എടുത്ത് തരട്ടേ എന്ന് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ദൊഡ്ഡബെട്ട പീക്കിലോട്ട് പോവാണ്. ദൊഡ്ഡബെട്ട പീക്ക്. നമ്മളങ്ങനെ ദൊഡ്ഡബെട്ട പീക്കിലെത്തി. ദൊഡ്ഡബെട്ട പീക്ക്, ഇതാണ് ദൊഡ്ഡബെട്ട പീക്ക്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമുക്കിനി മേപ്പോട്ട് കയറി നോക്കാം. കുറെ കുരങ്ങന്മാരുണ്ട്. കുരങ്ങൻ വെൽക്കംസ്. സ്നാക്സ് എന്തൊക്കെയോ സ്റ്റോൾ, ചെറിയ ചെറിയ ഫുഡൊക്കെ ഉണ്ട്. നമുക്ക് യമച്ചട ഇന്ന് കടല മേടിക്കാം. മിക്സായിട്ട് കടല, കപ്പലണ്ടി, പിന്നെ വേറെ എന്തോ സാധനം ഇപ്പോൾ എത്ര അറിയില്ല. മിക്സ്ചർ നാരങ്ങയൊക്കെ ഒഴിച്ച് നൈസ്. സ്പൂണൊക്കെ വെച്ച് എത്രയായിരുന്നു അശോ? 50 രൂപ. കണ്ടല്ലോ കുറെ തൊപ്പി. ആടുമുട്ട ദൊഡ്ഡബെട്ട പീക്കിലെത്തി. വെരി നൈസ്. ഇവിടെ നമ്മൾ വന്നിട്ട് ബിസ്ക്കറ്റ് നമ്മൾ തിന്നാ മൂക്കിക്കൂടെ പോകാൻ വരും. അങ്ങനെ വേണം. ബിസ്ക്കറ്റ്
ഇനി നേരെ ഫുഡ് കഴിക്കണം, നേരെ വീട്ടിൽ പോകണം. തൊഡ്ഡബിട്ട പീക്ക് അത്ര വർത്തായിരുന്നു ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. വേണ്ടവർക്ക് വരാം. ലൊക്കേഷൻ നോക്കുന്നത് ആദ്യമേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഹോട്ടലുണ്ടെങ്കിൽ കഴിക്കണം, എന്നിട്ട് പോകണം. ബായ്. അപ്പം നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. പണിയല്ല, എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നപ്പം ബന്ദിപ്പൂർ വഴി നേരിട്ട് നമുക്കിവിടെ കയറായിരുന്നു. ഓക്കെ, ഊട്ടിയിൽ. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ വിടില്ല. അത്രേ പോലീസുകാർ പറഞ്ഞു അങ്ങോട്ട് നേരെ വിടില്ല, 70 കിലോമീറ്റർ കറക്കേ പെടുത്തുള്ളൂ. അപ്പം നമ്മള് ബന്ദിപ്പൂർ, ലൈസൻസ് ഉള്ള വേറെ അതെ അതെ ലോക്കൽ ഡ്രൈവറെ വെച്ചാലേ അവർ അതുവഴി പോകാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ പൊക്കോളാം. അപ്പോൾ നമ്മൾ 70 കിലോമീറ്റർ എക്സ്ട്രാ പോകണം. പക്ഷെ നമ്മൾ ഗുഡലൂർ പോകണം. ആദ്യം ഗുഡലൂർ മസനഗുഡി വഴിയാണ് പോകുന്നത്. അതാണ് ഹൈലൈറ്റ്. പക്ഷെ മസനഗുഡി എത്താൻ വൈകുന്നേരം രാത്രിയാവും. ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞു. മസനഗുഡി എത്താൻ എന്തായാലും ലേറ്റ് ആവുമായിരിക്കും. ഓക്കെ, മസനഗുഡി വഴിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ വരുന്ന ഊട്ടിയിൽ ബാംഗ്ലൂരിൽ നിന്ന് ഊട്ടിയിൽ വരുന്നവർ ശ്രദ്ധിച്ചോളൂ. തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ ആ വഴി വിടില്ല കേട്ടോ. നമ്മളെ കറങ്ങിയേ പോകാൻ പറ്റും. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ഫുഡ് കഴിച്ചത്. നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെ, ബൈ.